ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അത് കണ്ട എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ പലരും എന്നോട് ഇതിനെപ്പറ്റി ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള മറുപടിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ ഈ ഒരു ചിരട്ടയുടെ വീഡിയോ മനസ്സുകൊണ്ട് സ്വീകരിക്കുകയും അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം എല്ലാം കമൻ്റായിട്ട് എന്നെ അറിയിക്കുകയും ചെയ്ത ഇതുവരെ എല്ലാ പ്രോത്സാഹനവും തന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ പ്ലാന്റ് എങ്ങനെയാണ് നടുന്നതെന്ന് ഇതുവരെ അറിയാത്തവർക്ക് ഒന്നുകൂടി കാണിച്ചു തരാം. ഒന്നാമത് ഞാൻ എടുത്തിട്ടുള്ള റൂബി ഗ്രാസും, രണ്ടാമത് പച്ച നിറത്തിലുള്ള പ്ലാന്റിൻ്റെ പേരാണ് ഗ്രീൻ ആൾട്ടർനേന്ദ്ര പ്ലാന്റ്. ഇത് രണ്ടും ഞാൻ ചിരട്ടയിൽ മണ്ണിട്ടതിന് ശേഷം ഇങ്ങനെ നട്ടു കൊടുക്കുകയാണ്. ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ വളമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഇത് ഈ ഒരു പ്ലാന്റിൻ്റെ മുകൾ ഭാഗമാണ് കട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇങ്ങനെ നടുന്നത്. ഇനി ഞാൻ കമൻറ്റിനുള്ള മറുപടി പറയാം. ഇപ്പോൾ ഞാൻ ചാണകവെള്ളമാണ് ഇതിന് വളമായിട്ട് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ഈ പ്ലാന്റ് സെയിൽ ചെയ്യുന്നുണ്ടോയെന്ന് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു. ഇപ്പോൾ സെയിലൊന്നും ഇല്ല. പിന്നെ ദിവസവും വെള്ളം ഒഴിക്കണോ എന്നൊരു സംശയമുണ്ട് എല്ലാവർക്കും. വേണ്ട, 2 ദിവസം കൂടിയിരിക്കുമ്പോൾ ഇതിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ചിരട്ടയിൽ അതുവരെ എന്തായാലും ജലാംശം ഉണ്ടാകും. 3 ദിവസം കൊണ്ട് ഇങ്ങനെ വളരുമോ? തീർച്ചയായിട്ടും 3 ദിവസം കൊണ്ട് വേര് പിടിച്ച് തുടങ്ങും. കാരണം ഞങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് ഒരുപാട് സക്സസ് ആയതാണ്. ഈ പ്ലാന്റ് എവിടെ കിട്ടുമെന്ന് പലരും ചോദിച്ചായിരുന്നു. ഈ പ്ലാന്റ് എല്ലാ ചെടി നഴ്സറികളിലും വാങ്ങാൻ കിട്ടും. ഈ ചെടിയുടെ വില 50 രൂപയാണ്. 50 രൂപയ്ക്കാണ് ഞങ്ങൾ വാങ്ങിയത്. ഒരു ചെറിയ കവറിലെ വാങ്ങിക്കൊണ്ട് വന്നതാണ്. അതിനുശേഷം ഞങ്ങൾ നട്ട് ഇത്ര ആക്കി എടുത്തതാണ്. ഞാൻ ഈ ചിരട്ടയുടെ ഒരു ഐഡിയ ചെയ്യാൻ എൻ്റെ മനസ്സിൽ തോന്നിയപ്പോൾ തന്നെ ചെയ്തു. കാരണം എനിക്ക് ചിരട്ടയിൽ ചെയ്യാൻ ഒരുപാട് താല്പര്യം തോന്നിയിരുന്നു. കാരണം പണ്ട് കാലത്തൊന്നും ചിരട്ടയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, ചെടിച്ചട്ടിയൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ചിരട്ടയിലൊക്കെ ആയിരുന്നു ചെടികളൊക്കെ നട്ട് വളർത്തിയിരുന്നത് എന്നൊക്കെ മുതിർന്നവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് എൻ്റെ മനസ്സിലേക്ക് ഈ ഒരു ആശയം വന്നത്. കാരണം എന്തുകൊണ്ട് നമ്മുടെ ചിരട്ടകളൊക്കെ ഇങ്ങനെ പാഴാക്കി കളയുന്നു, അതിന് നമുക്ക് ചെടികൾ നട്ടാൽ എന്താ എന്നൊരു തോന്നലുണ്ടായപ്പോൾ ചെയ്തതാണിതൊക്കെ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി എന്നുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് തരണേ. അതോടൊപ്പം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ.